ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3യുമായി റിലേറ്റ് ചെയ്ത് അതിന്റെ വേക്കൻസി അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി റിലേറ്റ് ചെയ്തൊരു ഡ്രാഫ്റ്റ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് 6000-ലധികം വേക്കൻസികളാണ് RRB ടെക്നീഷ്യനായിട്ട് ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് സ്റ്റുഡൻസ് ഒരുപാട് ഡൗട്ട് ചോദിച്ചു, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സിവിൽ ഉള്ളവർക്ക് പറ്റുമോ, മെക്കാനിക്കൽ ഉള്ളവർക്ക് പറ്റുമോ, അതുപോലെ ഇലക്ട്രിക്കലുകാർക്ക് പറ്റുമോ, ഇലക്ട്രോണിക്സുകാർക്ക് പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് നമ്മളോട് സ്റ്റുഡൻസ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3 ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ RRB ടെക്നീഷ്യനിൽ 2 പോസ്റ്റുകളാണ് വരുന്നത്. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസും അതേപോലെ ഗ്രേഡ് 3യും. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത് ലെവൽ 5 പോസ്റ്റ് ആണ്. അതിന്റെ ഇനിഷ്യൽ പേ വരുന്നത് 29,200 രൂപയാണ്. അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ അത് പേ ലെവൽ 2 ആണ്. അതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 രൂപയാണ്. അതേപോലെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. നമ്മൾ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി, അതായത് ഫിസിക്സിലോ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷനിലോ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഇതിൽ ഏതെങ്കിലും കോമ്പിനേഷൻ സബ്ജക്റ്റിലോ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, അതേപോലെ ഇൻസ്ട്രുമെന്റേഷൻ. ഇത് ബാച്ചിലർ ഡിഗ്രി അല്ല, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിപ്ലോമ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ എബോവ് ബേസിക് സ്ട്രീംസ്, മുകളിൽ പറഞ്ഞ ആ സ്ട്രീംസിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവരാണെങ്കിലും, നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഒക്കെ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് 10th+ ITI ആണ്. ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. നിങ്ങൾക്ക് ITI കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിപ്ലോമയ്ക്കോ ബിടെക്കിനോ ഒക്കെ പോയെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ ഡിപ്ലോമ ഹോൾഡറോ അല്ലെങ്കിൽ ബിടെക്കുകാരോ ആണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. SSLC + ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT ഓർ SCVT ആണ് അവർ പറയുന്നത്. പിന്നീട് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ട്രേഡുകൾ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ വന്ന ട്രേഡുകളാണ് നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷനും ഇത്രയും കാറ്റഗറീസിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഫിറ്റർ ഉണ്ട്, വെൽഡർ ഉണ്ട്, കാർപ്പൻറ്റർ ഉണ്ട്, പ്ലംബർ ഉണ്ട്, അതേപോലെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്, വയർമാൻ ഉണ്ട്, ഇലക്ട്രോണിക്സ് മെക്കാനിക് ഉണ്ട്, മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക് ഡീസൽ ഉണ്ട്, അതേപോലെ പെയിന്റർ ഉണ്ട്, മെഷീനിസ്റ്റ് ഉണ്ട്, പെയിന്റർ ജനറൽ ഉണ്ട്, മെക്കട്രോണിക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ട്രേഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ ട്രേഡുകൾക്ക് എത്രത്തോളം വേക്കൻസികളൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടായിരുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ 9,000 സംതിങ്ങേ ഉള്ളായിരുന്നു വേക്കൻസി എങ്കിലും പിന്നീട് അത് 14,000+ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിലേക്കാൾ കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സുകാർക്ക് അല്ലെങ്കിൽ ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, അതേപോലെ ഇൻസ്ട്രുമെന്റേഷനിലൊക്കെ ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗോ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് 10th+ ITI സർട്ടിഫിക്കറ്റ് ആണ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട്. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഇതിലും SSLC + ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിലും നിങ്ങൾക്ക് +2ന് ഫിസിക്സും മാത്സും പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് +2ന് നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഈ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇത് നല്ലൊരു അവസരമാണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3ക്കായിട്ട്
നമുക്ക് ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. CBT 1 മാത്രമേ ഉള്ളൂ, CBT 2 ഇല്ല. ഫസ്റ്റ് എക്സാം കഴിയുന്നു, നമ്മളത് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, പിന്നീട് നമ്മൾ റാങ്ക് ലിസ്റ്റ്, പിന്നെ നമ്മൾ ജോലിയിലേക്ക് കയറുകയാണ്. ഒരു 6 മാസത്തെ പ്രോസസ്സേ കാണുന്നുള്ളൂ ടോട്ടലി. അപ്പോൾ നിങ്ങൾ ഈ എക്സാം നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് RRB ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതേപോലെ ഗ്രേഡ് 3 ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3ക്കായിട്ട് നമ്മൾ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, അതേപോലെ മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ മെന്റർ സപ്പോർട്ട്, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കണ്ടന്റും നമ്മുടെ ഈ കോഴ്സിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.